കോഴിക്കോട് 28 കിലോ കഞ്ചാവ് പിടികൂടി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കഞ്ചാവുമായി രണ്ടുപേരെ പിടികൂടിയത്. ബംഗാൾ സ്വദേശിയായ നോമനുൽ മാലിത, എറണാകുളം കളമശ്ശേരി സ്വദേശി ഷാജി എന്നിവരാണ് പിടിയിലായത്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, എപ്പോഴാണ് ഇരുവരും പിടിയിലായത്? കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്തിലാണ് ഇപ്പോൾ വലിയൊരു കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത്. രണ്ട് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഡാൻസാഫും കസബ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ കഞ്ചാവ് കണ്ടെടുത്തിരിക്കുന്നത്. 28 കിലോ കഞ്ചാവാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. കളമശ്ശേരി എറണാകുളം സ്വദേശി ഷാജി, വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി മോമിനുൽ മാലിത എന്നീ രണ്ട് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരിൽ നിന്ന് 28 കിലോ കഞ്ചാവാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഡാൻസാഫിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സംയുക്താഭിമുഖ്യത്തിൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരി മാഫിയ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളെല്ലാം നടന്നു വരികയാണ്. നിരവധി തവണ ഇതുപോലെ തന്നെ പലയിടങ്ങളിലും പരിശോധന നടന്നിരുന്നു. പലയിടങ്ങളിലും MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഒരു വലിയ തരത്തിൽ 20 കിലോയിലധികം വരുന്ന കഞ്ചാവ് പോലീസിൻ്റെയും ഡാൻസാഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ പ്രതികളെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. ഒഡീഷയിൽ നിന്നുമാണ് ഇവർ ഈ ഒരു കഞ്ചാവ് വാങ്ങിയിരിക്കുന്നത്. പെരുമ്പാവൂരിലേക്ക് ടൂറിസ്റ്റ് ബസ്സിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് പോലീസിന്റെ പരിശോധനയിൽ ഇവർ പിടിയിലാവുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയും ഇതിനെ തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടാനായത്. ഇവിടെ ആദ്യം കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് വടകര കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിന്ന് കേരളത്തിലെത്തിച്ച കഞ്ചാവുമായാണ് രണ്ടുപേർ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പിടിയിലായത്. വിവരങ്ങളാണ് ഫൈസൽ നെടുമ്പാല നൽകിയത്.